ആലുവ നഗരസഭയിലെ CMRL CSR ഫണ്ട് വിവാദത്തിൽ കേസെടുക്കാൻ സർക്കാർ അനുമതി കാത്ത് വിജിലൻസ്. ജലധാര പുനർനിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചുള്ള പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. UDF ഭരണത്തിലുള്ള ആലുവ നഗരസഭയിലെ ജലധാര പുനർനിർമ്മാണത്തിന് CMRL നിന്ന് ഫണ്ട് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. വിവാദ കരിമണൽ കമ്പനിയായ CMRL നിന്ന് CSR ഫണ്ട് വാങ്ങിയത് മറച്ചുവെച്ച് പുനർനിർമ്മാണത്തിന് സെൻട്രൽ ഫിനാൻസ് ഗ്രാന്റ് ഉപയോഗിച്ചെന്നായിരുന്നു ആലുവ നഗരസഭ തെറ്റിദ്ധരിപ്പിച്ചത്. CMRL ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിൽ ജലധാരയ്ക്ക് 6,36,000 രൂപ നൽകിയതായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അഴിമതിക്ക് കളമൊരുക്കിയാണ് നഗരസഭ അക്കൗണ്ടിലേക്ക് പണം വാങ്ങാതെ കരാറുകാരന് പണം നൽകിയതെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകനായ R. പത്മകുമാർ വിജിലൻസിനും തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനും പരാതികൾ നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം സിറ്റിംഗ് നടത്തിയ ഓംബുഡ്സ്മാൻ പുനർനിർമ്മാണ പ്രവൃത്തികളുടെയും ലഭിച്ച ഫണ്ടുകളുടെയും റിപ്പോർട്ടും തേടിയിരുന്നു. പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച വിജിലൻസ് സംഘം ആലുവ നഗരസഭയിലെത്തി രേഖകൾ പരിശോധിക്കുകയും ജലധാര സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കിലെ 40,000 ലിറ്റർ വെള്ളവും വറ്റിച്ച് അളവുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജലധാര നിർമ്മാണം നടന്ന കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തിരുന്നു. അഴിമതി നടന്നതായും ഇതിൽ പൊതുപ്രവർത്തകരുടെ കൂടി പങ്കാളിത്തം ഉള്ളതായും കണ്ടെത്തിയാൽ കേസെടുക്കാൻ സർക്കാർ അനുമതി വേണം. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം വിജിലൻസ് തുടർ നടപടികളിലേക്ക് കടക്കും. ജനം, കൊച്ചി.